എൻ്റെ പെങ്കൊച്ചെ ഒരു കുടുംബമായാൽ ഇങ്ങനെയൊക്കെ തന്നെയാ. അതിന് ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ആർക്കും എൻ്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എടി നിന്റെ കാര്യം മനസ്സിലാക്കാഞ്ഞിട്ടാണോ? നീ അവന്റെ കാര്യം ഒന്ന് എടുത്തു നോക്കിയേ. വലിയുണ്ടോ, മുടിയുണ്ടോ, എന്തേലും ദുശീലം അവനുണ്ടോ? ഇക്കാര്യത്തിൽ ഞാൻ അമ്മയുടെ കൂടെയാ. ചേട്ടായി കാര്യം ലുക്ക് കൊണ്ട് ഒരു അപ്പായി ആണെങ്കിലും ആള് ഡീസന്റാ. ആ ശരിയാണ്, ദുശീലം ഒന്നുമില്ല. പക്ഷെ എന്റെ പ്രശ്നം നിങ്ങളൊന്ന് കേക്ക്. അയ്യോ, ആ മീൻ വേണ്ട, തൊലിയൊക്കെ പൊളിക്കാൻ പാടാ. എന്നാ മീനാടി? കരിമീനും മങ്കടയും ചെമ്മീനും ഒക്കെയാ. ഓ, അതിനൊക്കെ ഭയങ്കര വിലയാ. കിളിയുണ്ടോന്ന് ചോദിച്ചടി. കിളിയുണ്ടോ ഏട്ടാ? കിളിയുണ്ട്, ഇച്ചിരി വയറ് പൊട്ടിയതാ. അത് ഇച്ചിരി പൊട്ടിയാന്നാ പറയണേ. ഓ, ഇച്ചിരി പൊട്ടിയെന്ന് ഓർത്ത് തന്നെ കുഴപ്പമിരിക്കുന്നത്. പൊട്ടിയൊക്കെ മതി, ശകല കാണുള്ളൂ. നീ ഒരു കിലോ എടുക്കാൻ പറ, പകുതി പൈസക്ക് എടുക്കാൻ പറ കേട്ടോ. ഉള്ള അന്നേക്കേട്ടാ. പട്ടിക്ക് കൊടുക്കാണ്ടായിരിക്കും അല്ലേ? ആ, നീ എന്നാ ഇന്നലെ ഈ അക്കൗണ്ടിൽ നിന്ന് ഒരു 2500 രൂപ വിഡ്രോ ചെയ്തിരിക്കണേ? അത് ചിട്ടിക്ക്. ഓ, ചിട്ടിക്കായിരുന്നു. ചിട്ടിയൊക്കെ ചുമ്മാ തട്ടിപ്പാണ് കേട്ടോ. ദൈവത്തിന് അറിയാം അതൊക്കെ വരുന്ന നടപടിയുള്ള ചേച്ചിയെ കാണുന്നില്ലല്ലോ. ആരാ? നമ്മുടെ രമ ചേച്ചി. ചേച്ചിയോട് ഞാൻ വരണ്ടെന്ന് പറഞ്ഞു. തുണിയലക്കുന്ന കാര്യല്ലേ, അത് നമുക്ക് രണ്ടുപേരും കൂടെ ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ. നീ കല്ലേലിട്ട് അലക്കി ഊരിപ്പിഴിഞ്ഞ് ബക്കറ്റ് വെക്കുന്നു, ഞാനത് മേളിൽ കൊണ്ട് വെക്കും, നീ വിരിക്കുന്നു. സിമ്പിൾ സിമ്പിൾ. ആ പൈസയും ലാഭം. അമ്മേ, എനിക്ക് കിട്ടുന്ന ശമ്പളം പോലും എനിക്കൊന്ന് മര്യാദയ്ക്കൊന്ന് ചെലവഴിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ല. എന്തെങ്കിലും എനിക്ക് ആവശ്യപ്പെട്ട് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കൈ നീട്ടി അങ്ങേരുടെ മുമ്പിൽ പോയി നിൽക്കണം. ഇത്ര ഇതുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്നാലും നാളെ ഇനി അവൻ നിന്നെ വിളിക്കാൻ വരുമല്ലോ, അപ്പം ഞാൻ സംസാരിക്കാം. അമ്മയൊന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല. അത് നീ സംസാരിക്കുന്ന പോലെയല്ല. അമ്മ എന്ന രീതിയിൽ ഞാൻ സംസാരിക്കുമ്പോൾ അവനത് കേൾക്കും. ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ സംസാരിക്കും. അപ്പം കേൾക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അവൻ. അല്ലേടി? അത്ര അത്ര തന്നെ. ഞാനമ്മേ വിളിച്ചോ? അല്ല, ഞാൻ എൻ്റെ ആങ്ങളയുടെ മോളുടെ കാര്യം ആലോചിക്കുകയായിരുന്നു. എന്നാ പറ്റി? ആ പെങ്കൊച്ചിനെ കെട്ടിയവനുണ്ടല്ലോ, റെജി. ഇങ്ങനെ ഒരു മണകൊണാഞ്ചൻ. ഉള്ള പെങ്കൊച്ചിൻ്റെ പൈസ മൊത്തം സമ്പാദിക്കുന്ന മൊത്തം അവൻ്റെ കീശയെ വെച്ച് അങ്ങനെ അങ്ങ് വെച്ചേക്കുക. ആ പെങ്കൊച്ചിന് എന്തെങ്കിലും സാധനം മേടിക്കണമെന്നുണ്ടെങ്കിലാ ആ ചെറുക്കൻ്റെ മുമ്പിൽ പോയി ഇങ്ങനെ കൈ നീട്ടിക്കൊണ്ടിരിക്കണം. എന്നാ അവസ്ഥയല്ലേ അതൊക്കെ? എന്ത് കഷ്ടല്ലേ. ഒരു ഇഡലിയും കൂടി വെക്കട്ടെ? എന്നിട്ട് എന്നാ, അവൻ ഈ പെങ്കൊച്ചിന്റെ കിട്ടുന്ന കാശ് മൊത്തം എല്ലാം കൂടി അവന്റെ പേരിൽ കൊണ്ട് എന്താണ്ട് ICBI ബാങ്കിൽ കൊണ്ട് അങ്ങ് ഇടുക. എന്നാ കഷ്ടമല്ലേ ചെയ്യുന്നത്? കഷ്ടമാണോന്നോ? അവനെയൊക്കെ എൻ്റെ കൈ കിട്ടിയാണല്ലോ, എൻ്റെ തലയടിച്ചാൻ പൊട്ടിക്കും. ഇച്ചിരി സാമ്പാറോട് ഒഴിക്കട്ടെ മോനെ. അവൻ എന്നാ ഒരു പൊട്ടനാമേ. കണ്ട ICBI ബാങ്കിലൊക്കെ കൊണ്ട് പൈസ ഇടുന്നു. ആ സാധാരണ ബാങ്കിലൊക്കെ കൊണ്ട് ഇട്ടാണല്ലോ ഇരട്ടി പലിശ കിട്ടിയത്. അമ്മേ സാമ്പാർ. എനിക്ക് അടുക്കള വേറെ പണിയുണ്ട് മോനെ. അത്ര തന്നെ. ചെയ്തിട്ടുണ്ടേ. ആർക്കാടി ഗൂഗിൾ പേ ചെയ്തേ? ഞാനൊരു ഫേസ് വാഷ് വാങ്ങിച്ചതാ. ഫേസ് വാഷോ? കാണിച്ചേ. മാമാഎർത്ത് ഐസ് ഫേസ് വാഷ്. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? സോപ്പിട്ട് കഴുകിയാൽ പോലെ. സോപ്പിട്ട് കഴിയാൻ നമ്മുടെ മുഖം ഭയങ്കര ഡ്രൈ ആവത്തില്ലേ? ഇതാവുമ്പോൾ നല്ലതാ. ഇതിലെ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള റൈസ് വാട്ടർ സ്കിന്ന് ബ്രൈറ്റ് ആക്കാനും ഗ്ലാസി സ്കിൻ തരാനും ഹെൽപ്പ് ചെയ്യുന്നു. നിയാസിനമൈഡ് ഡാർക്ക് സ്പോട്ട് കുറയ്ക്കുകയും ഈവൻ സ്കിൻ ടോൺ തരാനും ഹെൽപ്പ് ചെയ്യുന്നു. B3 പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഗ്ലാസ് സ്കിൻ നൽകാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഡെർമറ്റോളജി ടെസ്റ്റ് ആയതുകൊണ്ട് ഓൾ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം. പ്രൊഡക്റ്റ് അല്പം കയ്യിലെടുത്തതിന് ശേഷം ഫോർഹെഡിലും നോസിലും എല്ലാം അപ്ലൈ ചെയ്ത് ഫിംഗർ ടിപ്സ് കൊണ്ട് സർക്കുലർ മോഷനിൽ നന്നായിട്ട് ഫേസ് മസാജ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ വാട്ടറിൽ മുഖം നന്നായിട്ടൊന്ന് കഴുകി കൊടുക്കുക.
സ്കിന്ന് ശരിക്കും സോഫ്റ്റ് ആൻഡ് ഒരു റിഫ്രഷ്ഡ് ഫീൽ ആണ് തോന്നുന്നത്. നമ്മൾക്കൊരു കൊറിയൻ ഇൻസ്പയർഡ് ഗ്ലാസ് സ്കിൻ ഗ്ലോ ആണ് വേണ്ടതെങ്കിൽ നമുക്ക് മാമാഅർത്തിന്റെ റൈസ് ഫേസ് വാഷ് യൂസ് ചെയ്യാം. ഇത് വളരെ ക്ലെൻസിങ്, ഹൈഡ്രേറ്റിംഗ്, ബ്രൈറ്റ്നസ് സ്കിന്ന് തരാനായിട്ട് സഹായിക്കും. 1 വീക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്ക് സ്വയമേ മനസ്സിലാവും നമ്മുടെ സ്കിന്നിന്റെ വ്യത്യാസങ്ങൾ. പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ്. ഇനി എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20% ഓഫറും ലഭിക്കും. കൊള്ളാലോ. പിന്നെ ഞാനൊന്ന് ഉപയോഗിച്ച് നോക്കാം. എന്നാ ചേട്ടൻ ഒരെണ്ണോടി ഓർഡർ ചെയ്യട്ടെ? അത് വേണ്ട, നമുക്ക് രണ്ടുപേർക്കും കൂടെ ഓർമ്മ ഉപയോഗിച്ചാൽ മതി. വെറുതെ എന്തിനാ കാശ് വേണേ? ബെസ്റ്റ്. എടി സാലറി ഇൻക്രിമെന്റ് വന്നു 3000 രൂപ. ഇപ്രാവശ്യം ബോണസും കൂടെ കിട്ടിയിട്ട് വേണം ഇത് മാറ്റി ഒരു കുഞ്ഞു മൂക്കുത്തി എടുക്കാൻ. നിനക്ക് എന്നാ സന്തോഷമില്ലാത്ത? നിനക്ക് സാലറി കൂടിയില്ലേ? കൂടി പറഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാം അങ്ങേരുടെ ഈശ്വലോട്ടല്ലേ പോകുന്ന. എന്റെ ദൈവമേ, അത് ഇതുവരെ ശരിയായില്ലേ? സാലറി കൂടിയെന്ന് പറയണ്ട, എന്നാലല്ലേ അയാൾ പിടിച്ചു വെക്കത്തുള്ളൂ. എൻ്റെ അക്കൗണ്ട് മ്യൂച്വലാണ്. എനിക്ക് എന്ത് മെസ്സേജ് വന്നാലും അങ്ങേരും അറിയും. ഫോൺ ചെക്ക് ചെയ്യും, ഗൂഗിൾ പേ ചെക്ക് ചെയ്യും, പോരാത്തതിനെല്ലാം ചെക്ക് ചെയ്യും. എന്തിന്? ഈ ബാഗ് വരെ അയാൾ ചെക്ക് ചെയ്യും. ഇതെന്നതാടി ഇത്? ഇതെന്നെ വെള്ളരിക്കപ്പെട്ടണോ? നീ എന്നാത്തിന് ഇത്ര കഷ്ടപ്പെട്ട് ഇതിനെയൊക്കെ സഹിക്കുന്നേ? സമാധാനം. എന്നാടി ഇത്ര ഒന്ന് ആവശ്യം? ഞാൻ ബാങ്കിൽ കയറിയായിരുന്നു. ചിട്ടി എൻ്റെ പേർക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ അത് എഴുതിയെടുക്കാൻ വേണ്ടി പോയതാ. ആഹാ, എത്ര കിട്ടി? 1,00,000 ചിട്ടിയായിരുന്നു. 5,000 രൂപ ബാങ്കിൻ്റെ കമ്മീഷൻ പോയിട്ട് 95 കിട്ടി. ബാക്കി പണയത്തിരിക്കുന്ന സ്വർണ്ണം അങ്ങ് എടുക്കാമെന്ന് വെച്ചു. അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. അത് ഇങ്ങനെ ഞാൻ ബാങ്കിൽ ഇട്ടോളാം, പലിശ കിട്ടുമല്ലോ, അത് മതി. സ്വർണ്ണമൊക്കെ നിന്റെ സാലറിയിൽ നിന്ന് മാസം മാസം അടച്ച് അതങ്ങ് എടുത്താൽ മതി. ഇത് ഞാൻ ബാങ്കിൽ ഇട്ടോളാം. സാർ ഞാൻ ചോദിച്ച കാര്യം എന്തായി? അത് പിന്നെ സാലറി അല്ലല്ലോ അക്കൗണ്ടിൽ വരാനായിട്ട്, ഇത് ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നല്ലേ. അതൊന്ന് കയ്യിൽ കിട്ടുമായിരുന്നെങ്കിൽ. അമിയ, ഞാനത് സംസാരിച്ചിരുന്നു. പക്ഷെ അത് സാലറി അല്ല, അതിപ്പം ടാർഗറ്റ് അച്ചീവ് ചെയ്തു അല്ലേ? ടാർഗറ്റ് അച്ചീവ് ചെയ്ത എമൗണ്ട് ആണെങ്കിൽ പോലും ഞാനത് ഇനിയിപ്പം ഹയർ കൊടുത്തിട്ട് അതിൻ്റെ ഡോക്യുമെൻറ്റേഷനൊക്കെ നമുക്ക് വേണം. പിന്നെ അത് ഒപ്പിട്ട് മേടിക്കണം. പിന്നെ ഞാനത് സൈൻ ചെയ്തിട്ട് പിന്നെ അത് അവിടെ കൊടുക്കണം. പിന്നെ അതിൽ വേണ്ട സാർ, കുഴപ്പമില്ല, എൻ്റെ അക്കൗണ്ടിൽ തന്നെ വന്നോട്ടെ. അങ്ങനെ ആ പ്രതീക്ഷയും പോയി. ബൈക്ക് ക്യാഷ് കിട്ടുമെന്ന് ഓർത്തതാ. നിനക്ക് പിടിപ്പില്ലാഞ്ഞിട്ടാ ഉള്ള പൈസ എല്ലാം കൂടി കൊടുക്കാനായിട്ട്. എൻ്റെ അവസ്ഥ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവത്തില്ല. എടി, നീ നോക്കിക്കോ, നിന്റെ നീ പിടിച്ചു മേടിക്കുന്ന പൈസക്കില്ലേ അങ്ങേർക്ക് ഒരു ഉപകാരം ഉണ്ടാകും. ഓ 100 ആയിസ. ഹലോ, കഴിഞ്ഞ ആഴ്ചയല്ലേ അത് അടച്ചേ? പിന്നെ വന്നോ? അയ്യോ, എൻ്റെ പൈസ ഇല്ലല്ലോ, എല്ലാം ഇച്ചായൻ്റെ കയ്യിലല്ലേ. എന്നാ പിന്നെ അങ്ങനെ ചെയ്യ്. എടി, ഇച്ചായൻ എപ്പോഴും ഈ മുടി ഒഴിയുന്നുണ്ട്. ഏതോ കൂട്ടുകാർ പറഞ്ഞ് ഹെൽമെറ്റ് വെക്കണ്ടെന്ന്. അതിൽ പിന്നെ ഹെൽമെറ്റ് വെക്കാതെ ഓടിക്കുന്നു. ആരാന്നറിയത്തില്ല, എപ്പോഴും ഇതുപോലെ ഫോട്ടോ എടുത്ത് MVDക്ക് അയച്ചു കൊടുക്കും. അങ്ങനെ ഈ ഫൈൻ്റെ പേപ്പേഴ്സ് മൊത്തം എല്ലാ ആഴ്ചയും വീട്ടിലോട്ട് നേരാണെങ്കിൽ ഫൈൻ അടച്ചടച്ച് മടുത്തു. കണ്ടോ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, നിന്റെ വാങ്ങിക്കുന്ന പൈസ പോകുന്ന പോക്ക് കണ്ടോ? എന്നാലും ഇതാരാ ഇങ്ങനെ MVDക്ക് അയക്കുന്നത്? ഞാൻ പറയണേ, ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായി. മൂർഖനെയാണല്ലോ ചവിട്ടിയത്. കണ്ടോ നിന്റെ ഒരു സെക്കൻഡ്, ഈ കാര്യത്തിൽ അമ്മമ്മ മേടെ കൂടെ ചേട്ടായി. എനിക്കൊരു മിനിറ്റ്, ഞാൻ നടന്നിട്ട് വരാം. എന്തോ കേറി. പ്ലീസ് subscribe my channel.